പ്രളയം ബാധിച്ച് കഷ്ടതയിൽ അനുഭവിക്കുന്ന കേരളം, അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മതം മറന്ന്, രാഷ്ട്രീയം മറന്ന്, സംഘടനകൾ മറന്ന് എല്ലാവരും ഒന്നിച്ചായി നിൽക്കുന്നു, ഒരു കൂട്ടമായി നിൽക്കുന്നു. പല ക്യാമ്പുകളിലും പല രാഷ്ട്രീയ പ്രവർത്തകർ, പല മതസ്ഥർ. എന്നാൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു, ഒന്നിച്ച് കിടന്നുറങ്ങുന്നു, കുട്ടികൾ ഒന്നിച്ച് കളിക്കുന്നു. മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. പക്ഷേ ഇതൊക്കെയുള്ള ഒരു സംഘമുണ്ട്. അതെ, സംഘപരിവാർ സംഘം. അവരുടെ നിമിഷങ്ങൾ ഓരോ സമയവും ചെലവഴിക്കുന്നത് വർഗീയതയ്ക്ക് വേണ്ടി തന്നെയാണ്. ഈ നിമിഷത്തിൽ പോലും അവർ വർഗീയത കളയാൻ തയ്യാറാവുന്നില്ല എന്നത് വലിയ സത്യം തന്നെയാണ്. ടി.ജി. മോഹൻദാസും സുരേന്ദ്രനും അടങ്ങുന്ന ഒരു സംഘം കേരളത്തിന്റെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് വർഗീയത കോരിച്ചൊരിയുമ്പോൾ ട്രോളന്മാരും ഫേസ്ബുക്ക് ഹാക്കർമാരും ഒക്കെ നിരന്തരം പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവർ അടങ്ങുന്നുമില്ല. പക്ഷെ ഇവിടെ വലിയ ഒരു ചോദ്യമുണ്ട്. UAE കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിന് അനുവദിച്ചു കൊടുത്ത 700 കോടി ലഭിക്കാത്തത് തനിക്ക് സന്തോഷമാണെന്നാണ് ടി.ജി. മോഹൻദാസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളത് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ചർച്ചക്കിടയിൽ പറയുന്നു. കുറച്ച് ചോദ്യങ്ങളുണ്ട് സുരേന്ദ്രനോടും ടി.ജി. മോഹൻദാസിനോടുമൊക്കെ. എന്താണ് നിങ്ങളുടെ സംഘടന പറയുന്ന രാജ്യസ്നേഹം? നിങ്ങളുടെ നയമാണോ രാജ്യസ്നേഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ മുസ്ലിമീങ്ങളും രാജ്യത്തെ ക്രിസ്ത്യാനികളും നിങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ ഭാഗമല്ലേ? അവർക്ക് സഹായം എത്തിക്കുന്നത് നിങ്ങളുടെ കടമയല്ലേ? അതോ ഇതൊന്നും നിങ്ങളുടെ സംഘപരിവാർ പറയുന്ന കടമകളിൽ പെടുന്നില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ടും അത് അറിയാത്തതുപോലെ നടിക്കുകയാണോ? പക്ക രാഷ്ട്രീയ വിരോധം എന്ന് തന്നെ ഇതിനെ എടുത്തു പറയണം. കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കണം. കാരണം ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നെഞ്ചുറപ്പോടെ അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ പരാജയം തന്നെയാണ്. കേന്ദ്രം എന്തുകൊണ്ടാണ് കേരളത്തിനെ ഇങ്ങനെ വഞ്ചിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്ത് തെറ്റാണ് കേരളം കേന്ദ്രത്തോട് ചോദിച്ചത്? വെറും വെള്ളത്തിന്, അരിക്ക് പോലും നിങ്ങൾ തുക ഈടാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു കോടികൾ കേരളത്തിന് നൽകിയെന്ന്. എന്താണ് നിങ്ങൾ നൽകിയ കോടികൾ? ഒരു സമയത്ത് 100 കോടിയും മറ്റൊരു സമയത്ത് 500 കോടിയുമാണ് നിങ്ങൾ നൽകിയത്. എന്നാൽ ഈ 500, 100 കോടിയുമൊക്കെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ നൽകിയ തുകയേക്കാൾ കുറവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. മാത്രമല്ല, കേരളത്തിനെ സംരക്ഷിക്കാൻ അപ്പുറമുള്ള അയൽ രാജ്യങ്ങളുണ്ട് എന്ന ഒരു ചിന്താഗതിയും നിങ്ങൾക്കുള്ളത് നല്ലത് തന്നെയാണ്. യൂസഫ് അലിയെ പോലെയുള്ള ആളുകൾ കേരളത്തിനെ സംരക്ഷിക്കാനുണ്ടാകുമ്പോൾ ഒരു കാര്യം ടി.ജി. മോഹൻദാസും സുരേന്ദ്രനും ഓർത്തുകൊള്ളുക. നിങ്ങളുടെ ഈ കപട രാജ്യസ്നേഹമുണ്ടല്ലോ, ഒരിക്കൽ ഈ പൊതുജനം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ പൊതുജനം നിങ്ങളോട് കൈ ചൂണ്ടി തന്നെ ചോദിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്? എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്? അല്ലെങ്കിൽ അയൽ രാജ്യം എന്ത് തന്നു, അവരെന്ത് തന്നു എന്നൊക്കെ പറയുന്നു. വിക്കിപീഡിയ പോലും എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുകയാണ് പ്രിയപ്പെട്ട സുരേന്ദ്ര, രാഷ്ട്രീയം മറന്ന് എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലെ ജനങ്ങളെ തോളോട് തോള് ചേർന്ന് നിന്ന് കാണാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. പ്രിയപ്പെട്ട ടി.ജി. മോഹൻദാസ്, പ്ലീസ് ഇതൊരു അപേക്ഷയായി കാണണം. മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ ഈ വിടുവായിത്തരമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ വിഡ്ഢിത്തമുണ്ടല്ലോ, അതിനൊരു അവസാനമില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ പുറപ്പിക്കുന്ന ജനം TV ഉണ്ടല്ലോ, നിങ്ങളാക്കി മാറ്റുന്ന ജനം TV-ക്കാർ, അവരോട് കുറച്ചെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ, സമൂഹത്തോട് ഒരു കൂറുണ്ടെങ്കിൽ അവരോടൊന്ന് പറയണം. ഇടക്കൊക്കെ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമുകൾ, എൻ്റെ പ്രോഗ്രാമുകൾ ഒന്ന് നിങ്ങൾ വീക്ഷിക്കുക എന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും അവരോടൊന്ന് പറഞ്ഞു നോക്കുക. മനസ്സിലെത്തി മാധ്യമ പ്രവർത്തനം എന്താണെന്നറിയുന്ന ഒരാൾ അതിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നിങ്ങളെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ ഒരു കാര്യം മാത്രം, രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇനി നിങ്ങൾ കേരളത്തിലോട്ട് വരരുത്. കാരണം ആൺകുട്ടികളുടെ മറുപടി നിങ്ങൾ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.